മലബാർ കലാപങ്ങൾ, മലബാർ റിബല്യൻസ്, മോപ്ല റിബല്യൻ. മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന പ്രത്യേകിച്ച് മാപ്പിള മുസ്ലിം കർഷകരുമായി ബന്ധപ്പെട്ട കലാപങ്ങളെയാണ് പൊതുവെ മലബാർ കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രധാന കാരണങ്ങൾ: ഭൂവ്യവസ്ഥയിലെ അനീതി, ജന്മികൾ, ഭൂവുടമകൾ, കർഷകർ, മാപ്പിളകൾ തമ്മിലുള്ള ചൂഷണം, ബ്രിട്ടീഷ് ഭരണത്തിന്റെ പിന്തുണ ജന്മികൾക്കായിരുന്നു, കഠിനമായ കുത്തക നിയമങ്ങൾ, മത-സാമൂഹിക അസന്തോഷം. മദ്രാസ് ബ്രിട്ടീഷ് പ്രസിഡൻസിക്ക് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം മലബാർ. മദ്രാസ് ബ്രിട്ടീഷ് പ്രസിഡൻസിക്ക് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം മലബാർ. മാപ്പിള കലാപങ്ങൾ അരങ്ങേറിയത് മലബാറിലെ ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിൽ. മാപ്പിള കലാപങ്ങൾ അരങ്ങേറിയത് മലബാറിലെ ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിൽ. മാപ്പിള കലാപങ്ങളുടെ കാലഘട്ടം 1836 മുതൽ 1853 വരെ. മാപ്പിള കലാപങ്ങളുടെ കാലഘട്ടം 1836 മുതൽ 1853 വരെ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ടി.എൽ. സ്റ്റേഞ്ച് കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ടി.എൽ. സ്റ്റേഞ്ച് കമ്മീഷൻ. മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷൻ വില്യം ലോഗൻ. മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ വില്യം ലോഗൻ. മലബാർ കുടിയാൻമ നിയമങ്ങളുടെ പിതാവ് വില്യം ലോഗൻ. മലബാർ കുടിയാൻമ നിയമങ്ങളുടെ പിതാവ് വില്യം ലോഗൻ. വില്യം ലോഗന്റെ കൃതി മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് 1887. പ്രതിപാദ്യ വിഷയം മലബാറിലെ സംസ്കാരം, ഭൂനികുതി, മാപ്പിള ലഹള. വില്യം ലോഗന്റെ കൃതി മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് 1887. പ്രതിപാദ്യ വിഷയം മലബാറിലെ സംസ്കാരം, ഭൂനികുതി, മാപ്പിള ലഹള. മാപ്പിള കലാപത്തിൽ 1855 കൊല്ലപ്പെട്ട മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് എച്ച്.വി. കനോലി. മാപ്പിള കലാപത്തിൽ 1855 കൊല്ലപ്പെട്ട മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് എച്ച്.വി. കനോലി. 1921 മലബാർ കലാപം, മാപ്പിള കലാപം. സ്ഥലം ഏറനാട്, വള്ളുവനാട്, ഇന്നത്തെ മലപ്പുറം ജില്ല. നേതൃത്വം വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അലി മുസ്ലിയാർ. നേതൃത്വം നൽകിയത് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അലി മുസ്ലിയാർ. ആരംഭം ഖിലാഫത്ത്, അഹിംസാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ. സ്വഭാവം: ആദ്യം കർഷക വിരുദ്ധ ഭൂവുടമ ബ്രിട്ടീഷ് വിരോധം, പിന്നീട് ഹിംസാത്മക രൂപം കൈക്കൊണ്ടു. ബ്രിട്ടീഷുകാരുടെ പ്രതികരണം: സൈനിക അടിച്ചമർത്തലുണ്ടായി, മാർഷൽ ലോ പ്രഖ്യാപിച്ചു, വാഗൺ ട്രാജഡി 1921. ഫലങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം: മലബാറിലെ കാർഷിക പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധ നേടി, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൂരത വെളിപ്പെട്ടു, കർഷക പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം, പിന്നീട് ഭൂപരിഷ്കരണ ചർച്ചകൾക്ക് വഴി തുറന്നു. 1921 മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം: ഏറനാട് താലൂക്കിലെ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി കാര്യദർശി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921 ഓഗസ്റ്റ് 26. പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921 ഓഗസ്റ്റ് 26. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ. മലബാർ കലാപത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപത്തിന്റെ കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിന്റെ കേന്ദ്രം തിരൂരങ്ങാടി. കലാപകാരികൾ രൂപീകരിച്ച ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവൻ അലി മുസ്ലിയാർ. കലാപകാരികൾ രൂപീകരിച്ച ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവൻ അലി മുസ്ലിയാർ. കുമാരനാശാൻ മലബാർ കലാപത്തെ ആസ്പദമാക്കി എഴുതിയ കാവ്യം ദുരവസ്ഥ. കുമാരനാശാൻ മലബാർ കലാപത്തെ ആസ്പദമാക്കി എഴുതിയ കാവ്യം ദുരവസ്ഥ. ഉറൂബിന്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിന്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. എം. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി ഖിലാഫത്ത് സ്മരണകൾ. എം. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതിയ കൃതി ഖിലാഫത്ത് സ്മരണകൾ. മലബാർ കലാപം എഴുതിയത് കെ. മാധവൻ നായർ. മലബാർ കലാപം എഴുതിയത് കെ. മാധവൻ നായർ. മലബാർ കലാപ സമയത്തെ പോലീസ് മേധാവിയായിരുന്ന ഹിച്ച്കോക്ക് എഴുതിയ പുസ്തകം ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921. മലബാർ കലാപ സമയത്തെ പോലീസ് മേധാവിയായിരുന്ന ഹിച്ച്കോക്ക് എഴുതിയ പുസ്തകം ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ ഇൻ 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 19. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 19. മലബാർ കലാപത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത മാപ്പിള തടവുകാരെ ചരക്ക് വാഗണുകളിൽ തിരൂരിൽ നിന്നും ബെല്ലാരി ജയിലിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടായ
ദാരുണ സംഭവമാണ് വാഗൺ ട്രാജഡി. ഏകദേശം 90ഓളം തടവുകാരെ അടച്ചിട്ട ചരക്ക് വാഗണിൽ കയറ്റി വാതിലുകളും ജനലുകളും പൂട്ടി ശ്വാസവായു ലഭിക്കാതെ 64 പേർ വഴിമധ്യേ പോത്തനൂരിൽ എത്തിയപ്പോഴേക്കും മരിച്ചു. 6 പേർ ചികിത്സക്കിടെ മരിച്ചു. പോത്തനൂരിലെ ഇരുട്ടറ ദുരന്തം എന്നാണ് ഇതിനെ സുമിത് സർക്കാർ വിശേഷിപ്പിച്ചത്. പോത്തനൂരിലെ ഇരുട്ടറ ദുരന്തം എന്നാണ് ഇതിനെ സുമിത് സർക്കാർ വിശേഷിപ്പിച്ചത്. വാഗൺ ദുരന്തത്തിന് കാരണമായ ട്രെയിൻ MSMLV 1711. വാഗൺ ദുരന്തത്തിന് കാരണമായ ട്രെയിൻ MSMLV 1711. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി സ്മാരകം തിരൂർ. വാഗൺ ട്രാജഡി സ്മാരകം തിരൂർ. കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ. ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഉളിയത്തുകടവ് പയ്യന്നൂര്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഉളിയത്തുകടവ് പയ്യന്നൂര്. പ്രധാന നേതാവ് കെ കേളപ്പൻ. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചു. 1930 ഏപ്രിൽ 21 ഉപ്പുണ്ടാക്കി പ്രതിഷേധിച്ചു. തുടർന്ന് കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ മൊയ്യാരത്ത് ശങ്കരൻ നേതൃത്വം ഏറ്റെടുത്തു. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥ ലീഡർ കെ കേളപ്പൻ. ജാഥ ക്യാപ്റ്റൻ KT കുഞ്ഞിരാമൻ നമ്പ്യാർ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥ ലീഡർ കെ കേളപ്പൻ. ജാഥ ക്യാപ്റ്റൻ KT കുഞ്ഞിരാമൻ നമ്പ്യാർ. വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചത് അംഷി നാരായണപിള്ള. ഉപ്പ് സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പാലക്കാട്ട് നിന്നും കോഴിക്കോട്ടേക്ക് ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പ് സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പാലക്കാട്ട് നിന്നും കോഴിക്കോട്ടേക്ക് ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചു ഉപ്പുണ്ടാക്കിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചു ഉപ്പുണ്ടാക്കിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ ഉപവാസത്തിനിടെ മരണപ്പെട്ട നേതാവ് PC കുഞ്ഞിരാമൻ അടിയോടി. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ ഉപവാസത്തിനിടെ മരണപ്പെട്ട നേതാവ് PC കുഞ്ഞിരാമൻ അടിയോടി. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ വനിതാ നേതാവ് AV കുട്ടിമാളുവമ്മ, ഓപ്പ എന്നും അറിയപ്പെട്ടു. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ വനിതാ നേതാവ് AV കുട്ടിമാളുവമ്മ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെയും പങ്കെടുപ്പിക്കണമെന്ന ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരം മൊറാഴ സമരം, കണ്ണൂർ ജില്ല, 1940. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെയും പങ്കെടുപ്പിക്കണം എന്ന ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരം മൊറാഴ സമരം, കണ്ണൂർ ജില്ല, 1940. മൊറാഴ സമരത്തിന്റെ പ്രധാന നേതാവ് KPR ഗോപാലൻ. മൊറാഴ സമരത്തിന്റെ പ്രധാന നേതാവ് KPR ഗോപാലൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് പിണറായി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് പിണറായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമരമായിരുന്നു മൊറാഴ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമരമായിരുന്നു മൊറാഴ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1941 കാസർഗോഡ് കയ്യൂർ സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1941 കാസർഗോഡ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തിൽ വധശിക്ഷ ലഭിച്ചത് അപ്പു, ചിരുക്കണ്ടൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ. കയ്യൂർ സമരത്തിൽ വധശിക്ഷ ലഭിച്ചത് അപ്പു, ചിരുകണ്ടൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി കേരളത്തിൽ നടന്ന സംഭവം 1942 കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി കേരളത്തിൽ നടന്ന സംഭവം 1942 കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ, കോഴിക്കോട് ബോംബ് കേസിന്റെ സൂത്രധാരൻ ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസിന്റെ സൂത്രധാരൻ ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് പ്രതി VA കേശവന്റെ കൃതി ഇരുമ്പഴിക്കുള്ളിൽ. കീഴരിയൂർ ബോംബ് കേസ് പ്രതി VA കേശവന്റെ കൃതി ഇരുമ്പഴിക്കുള്ളിൽ. കരിവെള്ളൂർ, കണ്ണൂർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന അഭിനവ് ഭാരത് യുവക് സംഘം. സ്ഥാപകൻ AV കുഞ്ഞമ്പു. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന അഭിനവ് ഭാരത് യുവക് സംഘം. സ്ഥാപകൻ AV കുഞ്ഞമ്പു. കരിവെള്ളൂർ സമര നായകൻ AV കുഞ്ഞമ്പുവിന്റെ ഭാര്യ K ദേവയാനിയാണ് പ്രധാന വനിതാ നേതാവ്. കരിവെള്ളൂർ സമര നായിക K ദേവയാനിയുടെ ആത്മകഥ ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിലൂടെ. കരിവെള്ളൂർ സമര നായിക K ദേവയാനിയുടെ ആത്മകഥ ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിലൂടെ. മേച്ചൽപ്പുള്ളി സമരം നടന്നത് 1946 കണ്ടകൈ, കണ്ണൂർ. മേച്ചൽപ്പുള്ളി സമരം നടന്നത് 1946 കണ്ടകൈ, കണ്ണൂർ. മേച്ചൽപ്പുൽ സമരം അല്ലെങ്കിൽ കലങ്കെട്ട് സമരം നയിച്ചത് PK കണ്ടകൈ കുഞ്ഞാക്കമ്മ. മേച്ചൽപ്പുള്ളി സമരം, കലങ്കെട്ട് സമരം നയിച്ചത് PK കണ്ടകൈ കുഞ്ഞാക്കമ്മ. വിത്തിട്ടവൻ വിള കൊയ്യും എന്ന മുദ്രാവാക്യം മേച്ചൽപ്പുൽ സമരത്തിൻ്റെതാണ്. വിത്തിട്ടവൻ വിള കൊയ്യും എന്ന മുദ്രാവാക്യം മേച്ചൽപ്പുൽ സമരത്തിൻ്റെതാണ്.
തോൽവിറക് സമരം നടന്നത് 1946 ചീമേനി, കാസർഗോഡ്. തോൽവിറക് സമരം നടന്നത് 1946 ചീമേനി. തോലും വിറകും ഞങ്ങളുടെ എടുക്കും കാലൻ വന്നു തുടഞ്ഞാലും എന്ന മുദ്രാവാക്യം തോൽവിറക് സമരം. തോലും വിറകും ഞങ്ങൾ എടുക്കും കാലൻ വന്നു തടുത്താലും എന്ന മുദ്രാവാക്യം തോൽവിറക് സമരം. തോൽവിറക് സമര നായിക കാർത്യായനി. തോൽവിറക് സമര നായിക കാർത്യായനി. കാവുമ്പായി കണ്ണൂർ സമരം നടന്നത് 1946. കാവുമ്പായി കണ്ണൂർ സമരം നടന്നത് 1946. പട്ടിണിക്കെതിരെ പുനം കൃഷി എന്ന മുദ്രാവാക്യം കാവുമ്പായ സമരം. പട്ടിണിക്കെതിരെ പുനം കൃഷി എന്ന മുദ്രാവാക്യം കാവുമ്പായ സമരം. 1946 പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. 1946 പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരം ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരം ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട നേതാവ് CK കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട നേതാവ് CK കുമാരപ്പണിക്കർ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കൃതികൾ തലയോട് തകഴി, വയലാർ ഗർജിക്കുന്നു P ഭാസ്കരൻ, ഉലക്ക P കേശവദേവ്, ഉഷ്ണരാശി കടപ്പുറത്തിന്റെ ഇതിഹാസം KV മോഹൻകുമാർ. കനലരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞാട്ടുകുളം മേരി. കനലരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ്? കൂത്താട്ടുകുളം മേരി. ആത്മകഥ അന്ന ചാണ്ടി. താങ്ക് യു.